തൃശൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ അമിത് ഷാ സുരേഷ് ഗോപിയെ വിളിപ്പിച്ചു. യു ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, ഈ തൃശൂർ എൻ.ഡി.എ പ്രത്യേകിച്ച് ബി.ജെ.പി കാണുന്നത് അവരുടെ വിജയസാധ്യതയുള്ള A+ മണ്ഡലമായാണ്. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് പോയതോടുകൂടി അവിടെ സുരേഷ് ഗോപിയെ പരിഗണിക്കുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? അരുൺ, അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനം തന്നെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം, അതായത് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നേരിട്ട് തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളിയെ അവിടേക്ക് മാറ്റിക്കൊണ്ട് അദ്ദേഹം ട്വിറ്ററിലൂടെയാണ് പ്രതികരിക്കുകയും ചെയ്തത്. അതിനുശേഷം തൃശൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി സംസ്ഥാന ഘടകത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് സമയമില്ല എന്നതുകൊണ്ട് കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയായിരുന്നു. അക്കാര്യത്തിൽ 3 പേരെയാണ് കേന്ദ്ര നേതൃത്വം പരിഗണിച്ചത്. ഇപ്പോഴും അവർ തന്നെയാണ് പരിഗണനയിലുള്ളത്. ജില്ലാ പ്രസിഡന്റ് നാഗേഷ്, സംസ്ഥാന നേതൃത്വത്തിലേക്ക് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പരിഗണിച്ചിരുന്ന ടോം വടക്കൻ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി. ഇതിൽ നാഗേഷ് സ്ഥാനാർത്ഥിയാവണം എന്നൊരാവശ്യം RSS മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത്തരം ഒരു ആവശ്യത്തോട് ദേശീയ നേതൃത്വം അനുകൂലമായ ഒരു പ്രതികരണമല്ല ഇപ്പോൾ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ സുരേഷ് ഗോപിയെ ഡൽഹിക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ അമിത്ഷാ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുരേഷ് ഗോപി ദേശീയ നേതൃത്വവുമായി ബി.ജെ.പി ദേശീയ നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സുരേഷ് ഗോപിയെ കൂടാതെ ടോം വടക്കൻ, നാഗേഷ് എന്നിവരും ഈ സ്ഥാനാർത്ഥി പരിഗണനയിലുണ്ട് എങ്കിലും സുരേഷ് ഗോപി തന്നെ തൃശൂരിൽ സ്ഥാനാർത്ഥിയായേക്കും എന്ന ഒരു അന്തിമ ധാരണയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.